ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വിശുദ്ധ വചനത്തിൽ നിന്ന് ഒരു സന്ദേശം കൂടെ അറിയിപ്പാൻ ദൈവത്തിലെ ശരണപ്പെടുകയാണ്. എല്ലാവരെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലെ വന്ദനങ്ങൾ അറിയിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മളെ ഷെയർ ചെയ്ത സന്ദേശത്തിൽ ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിപ്പീൻ എന്ന സബ്ജക്റ്റാണ് നമ്മളെ അല്പമായിട്ട് തുടങ്ങി വെച്ചത്. ഹാവ് ഫെയ്ത്ത് ഇൻ ഗോഡ്. മർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യം അന്ന് ഉദ്ധരിച്ചായിരുന്നല്ലോ. യേശു അവരോട് ഉത്തരം പറഞ്ഞത്, ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിപ്പീൻ. അപ്പോൾ ദൈവത്തിലുള്ള വിശ്വാസമാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്ന വിശ്വാസം. ഏതെങ്കിലും കാര്യത്തിലോ വസ്തുവിലോ ഉള്ള വിശ്വാസമല്ല. എൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ നടക്കുമെന്നുള്ള വിശ്വാസവുമല്ല. അത് പോസിറ്റീവ് തിങ്കിങ് ആണ്. പോസിറ്റീവ് തിങ്കിങ് നല്ലതാണെങ്കിലും ആത്മീയത്തിൽ അത് പ്രയോജനമില്ല. കാര്യം ദൈവം ഇല്ല അതിനകത്ത്. ഞാൻ എൻ്റെ മനസ്സിനെ തന്നെ ശക്തീകരിക്കുകയാണ്. എന്നാൽ ബൈബിളിൽ പറയുന്ന ശുഭചിന്തകളെ ദൈവത്തോട് ചേർന്നും ദൈവത്തിലെ ആശ്രയിച്ചുമാണ് ഇരിക്കുന്നത്. ദൈവത്തെ കൂടാതെ നമുക്ക് ഒന്നും ചെയ്യാൻ സാധ്യമല്ല. അതുകൊണ്ട് ഈ മല മാറ്റുന്ന വിഷയം കർത്താവ് പറഞ്ഞപ്പോൾ, ഈ മല മാറും. എങ്ങനെയാ? ആ മാറ്റുന്ന ദൈവത്തിലുള്ള വിശ്വാസത്താൽ പ്രാർത്ഥിക്കണം. പക്ഷെ പ്രാർത്ഥിക്കുമ്പോൾ വ്യവസ്ഥയുണ്ട്. ആരോടെങ്കിലും ക്ഷമിക്കാനുണ്ടെങ്കിൽ ക്ഷമിച്ചേച്ച് പ്രാർത്ഥിക്കാവുള്ളൂ. അപ്പോൾ ദൈവത്തിന് മല മാറ്റാനും വേരോടെ പിഴുതു മാറ്റാനെല്ലാം കഴിയും. നമ്മുടെ മുന്നിലുള്ള തടസ്സങ്ങളെയും അസാധ്യമായ കാര്യങ്ങളെയും പ്രതിസന്ധികളെയൊക്കെ മാറ്റാൻ ദൈവത്തിന് കഴിയും. മലയൊക്കെ നിൽക്കുക എന്ന് പറയുമ്പോൾ മുന്നോട്ട് വഴിയില്ല. ആ വഴി തുറക്കാൻ ദൈവത്തിന് കഴിയും. അപ്പോൾ അങ്ങനെ ദൈവത്തിൽ വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ വിശുദ്ധ വചനം 2 കാര്യങ്ങൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ദൈവത്തിൻ്റെ സ്വഭാവമാണ്. 2, ദൈവത്തിൻ്റെ പ്രാപ്തിയാണ്, അല്ലെങ്കിൽ ക്യാരക്ടറും എബിലിറ്റിയും. ഒരു മനുഷ്യനെ നമ്മൾ വിശ്വസിക്കാൻ കൊള്ളത്തില്ലെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നാ? അദ്ദേഹത്തിൻ്റെ സ്വഭാവം അതാണ്. അദ്ദേഹം പറഞ്ഞത് ചെയ്യുന്ന വ്യക്തിയല്ല. എന്തെങ്കിലും രഹസ്യമായിട്ട് പറഞ്ഞാൽ അത് 10 പേരോട് പറയുന്ന വ്യക്തിയാണ്. പറയുന്ന സമയത്ത് വരുന്ന വ്യക്തിയല്ല. ഇതുകൊണ്ട് നമ്മൾ മനസ്സിലെങ്കിലും ചിന്തിക്കാറുണ്ട്, ഇന്ന ആളെ വിശ്വസിക്കാൻ പാടില്ല. അത് അദ്ദേഹത്തിൻ്റെ സ്വഭാവം കൊണ്ടാണ്. 2, അത് ചെയ്യാനുള്ള പ്രാപ്തിയും ചിലപ്പോൾ ഒരാൾക്ക് കാണത്തില്ല. അപ്പോൾ നമ്മളെ വിശ്വസിച്ചിട്ട് കാര്യമില്ല. നമുക്കൊരു വലിയ ആവശ്യമുണ്ടെങ്കിൽ ആ ആവശ്യം നടത്തിത്തരാൻ പ്രാപ്തിയില്ലാത്തൊരു വ്യക്തിയെ ആശ്രയിച്ചിട്ട് കാര്യമില്ലല്ലോ. എന്ന് പറഞ്ഞ പോലെ ദൈവത്തിൻ്റെ സ്വഭാവവും ദൈവത്തിൻ്റെ പ്രാപ്തിയിലുമുള്ള വിശ്വാസമാണ് ബൈബിളിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ കാണാൻ കഴിയുന്നത്. ചില ഉദാഹരണങ്ങളെ തിരുവചനത്തിൽ നിന്നൊന്ന് നോക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം നമുക്കെല്ലാവർക്കും പരിചിതമാണ്. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, വിശ്വാസത്താൽ സാറയും വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തനെന്നെണ്ണുകയാൽ പ്രായം കഴിഞ്ഞിട്ടും പുത്രോത്പാദനത്തിന് ശക്തി പ്രാപിച്ചു. തൊട്ട് താഴത്തെ വാക്യം, അതുകൊണ്ട് ഒരുവന് മൃതപ്രായനായവന് തന്നെ പെരുപ്പത്തിൽ ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെയും കടപ്പുറത്തെ എണ്ണിക്കൂടാത്ത മണൽ പോലെയും സന്തതി ജനിച്ചു. അപ്പോൾ സാറ നമുക്കറിയാവുന്ന പോലെ തന്നെ അബ്രഹാമിൻ്റെ ഭവനത്തിൽ 3 ദൂതന്മാർ വന്നു. അതിലൊരാൾ ദൈവമായിരുന്നെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം അതിൻ്റെ അടുത്ത അധ്യായം വരുമ്പോൾ, 18-ാം അധ്യായത്തിൻ്റെ 19-ാം അധ്യായം വരുമ്പോൾ 2 ദൂതന്മാരാണ് അബ്രഹാമിനോട് സംസാരിക്കാൻ വന്നത്. അപ്പോൾ അവിടെ ദൈവമില്ല. 3 പേര് വന്നെന്ന് പറഞ്ഞാൽ അതിനർത്ഥം ദൈവം ആയിരുന്നു ഒരാളെന്നുള്ളതാണ്. അപ്പോൾ അവരെ അടുത്ത ആണ്ടിലെ ഈ സമയമാകുമ്പോൾ സാറയ്ക്കൊരു മകനുണ്ടാകും എന്നൊക്കെ പറഞ്ഞപ്പോൾ അബ്രഹാമിന് സാറയ്ക്ക് ഒരു കുഞ്ഞുണ്ടാകുമെന്ന് പറഞ്ഞ് വിശ്വസിച്ചില്ല. അവൾ കതകിൻ്റെ മറവിൽ ഇരുന്ന് ചിരിച്ച ആളാണ്. പക്ഷേ ദൂതനെ അല്ലെങ്കിൽ ദൈവം ചൂണ്ടിക്കാണിച്ച്, നീ ഇതിനെ ചിരിച്ച്? അവൾ പറഞ്ഞ് ചിരിച്ചില്ല. പക്ഷേ ദൈവം തമ്പുരാൻ അരുളി ചെയ്തു, ദൈവത്തിനൊരു കാര്യവും അസാധ്യമല്ലല്ലോ. അതുകൊണ്ട് സാറ വിശ്വസിക്കാൻ തുടങ്ങി. എൻ്റെ ദൈവം വിശ്വസ്തനാണ്. അവൻ്റെ സ്വഭാവത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ദൈവം വിശ്വസ്തനാണെന്നുള്ളതാണ്. അതുകൊണ്ടാണ് വചനം പറയുന്നത്,
നമ്മൾ അവിശ്വസ്തത കാണിച്ചാലും അവിശ്വസ്തരായാലും ദൈവം നമ്മളോട് വിശ്വസ്തനായിരിക്കും. കാര്യം ദൈവത്തിന് തൻ്റെ സ്വഭാവം ത്യജിക്കാൻ പറ്റത്തില്ല. അപ്പോൾ സാരയ്ക്ക് അറിയാം തൻ്റെ പുത്രോത്പാദനത്തിനുള്ള ശക്തി തനിക്കും തൻ്റെ ഭർത്താവിനും ഇല്ലെന്ന് നല്ലപോലെ അറിയാം. ഇവളെ മച്ചിയാണെന്നും വചനത്തിലുണ്ടല്ലോ. പക്ഷേ അവൾ വിശ്വസിക്കുകയാണ്, വാഗ്ദത്തം ചെയ്ത ദൈവം, അങ്ങനെ ഒരു പുത്രൻ ഉണ്ടാകുമെന്ന അരുളപ്പാടിലൂടെ വാഗ്ദത്തം തന്ന ദൈവം ആരാണ്? അവിടുന്ന് വിശ്വസ്തനാണ്. ആ ദൈവത്തിൽ വിശ്വസിക്കുകയും അല്ലെങ്കിൽ പൂർണ്ണ ആശ്രയം വെക്കുകയും ചെയ്തപ്പോൾ അവിടെ എന്ത് സംഭവിച്ചു? അവിടെ നമ്മൾ പറഞ്ഞതുപോലെ പ്രായം കഴിഞ്ഞിട്ടും പുത്രോത്പാദനത്തിന് ശക്തി പ്രാപിച്ചു. അതുകൊണ്ട് ഒരുവന് മൃതപ്രായനായവന് തന്നെ പെരുപ്പത്തിൽ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽപ്പുറത്തെ എണ്ണിക്കൂടാത്ത മണൽ പോലെയും സന്തതി ജനിച്ചു. അവിടെ പ്രത്യേക ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. സാറ എന്താ ചെയ്തത്? വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തനെന്ന് എണ്ണി. അപ്പം എണ്ണുക എന്നുള്ള പ്രയോഗം കാണുമ്പോൾ ഓർത്തോണം, അതൊരു പൂർണ്ണതയാണ്. നമ്മളിപ്പം 1 2 3 4 ഇങ്ങനെ എണ്ണുമല്ലോ. അപ്പോൾ 1 അല്ലെങ്കിൽ 1 പറഞ്ഞാൽ അത് 1 തന്നെ, അതിനൊരു മാറ്റമില്ല. അപ്പോൾ ആ നിലയിൽ ദൈവത്തെ ഹൃദയത്തിലൊരു ചഞ്ചലിപ്പമില്ലാതെ സംശയവുമില്ലാതെ അതങ്ങനെ തന്നെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് വിശ്വസിക്കുന്നതിനാണ് എണ്ണുക എന്ന് പറയുന്നത്. ദൈവം അരുളി ചെയ്തത് അതുപോലെ തന്നെ സംഭവിക്കും. എന്തുകൊണ്ട്? അവിടുന്ന് വിശ്വസ്തനായ ദൈവമായതുകൊണ്ട്. ഈ വചനം കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, ഏതേലും പ്രവാചകരെന്ന് പറയുന്ന ആൾക്കാർ ഹൃദയത്തിൽ നിന്ന് എടുത്തു പറഞ്ഞൊരു ദൂതിൻ്റെ നിവർത്തിയല്ല ഞാനീ പറയുന്നത്. ദൈവവചനത്തിലൂടെ ദൈവം നമ്മൾ ഒറ്റയ്ക്കിരിക്കുമ്പോഴോ നമ്മൾ വചനം ധ്യാനിക്കുമ്പോഴോ ഒരു മെസ്സേജിൻ്റെ മുന്നിലിരിക്കുമ്പോഴോ നമ്മളോട് അരുളി ചെയ്ത വാഗ്ദത്ത വചനം നിവർത്തിക്കാൻ ദൈവം വിശ്വസ്തനാണ്. അത് നമ്മൾ പൂർണ്ണമായി വിശ്വസിക്കണം. അങ്ങനെ തന്നെ എണ്ണണം. 1 എന്ന് ഞാൻ എണ്ണിയാൽ അത് 1 തന്നെ, അതിന് മാറ്റമില്ല, 0 അല്ലത് എന്ന് പറഞ്ഞ പോലെ അതങ്ങനെ തന്നെ വിശ്വസിക്കുക. അത് ഹൃദയത്തിലൊരു മാറ്റവും ഇല്ലാതെ സംശയമില്ലാതെ അങ്ങനെ തന്നെ വിശ്വസിക്കുക. അവിടുന്ന് വിശ്വസ്തനാണ്, തൻ്റെ വാഗ്ദത്തോടെ നിറവേറ്റുമെന്ന്. അതുപോലെ തന്നെ ദൈവം ചെയ്യാനും ഇടയാടുത്തു. ദൈവം വിശ്വസ്തനാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ആണല്ലോ ദൈവത്തെ ഭൂമിയിൽ വെളിപ്പെടുത്തിയ ആളെ. ദൈവത്തിൻ്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി ഇറങ്ങി വസിക്കുന്ന ആളാണ് യേശു എന്നാണല്ലോ പൗലോസ് കൊലോസ്യലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ യേശുവിനെ നോക്കിയാൽ, യേശുവിൻ്റെ സ്വഭാവം നോക്കിയാൽ ദൈവത്തിൻ്റെ സ്വഭാവം മനസ്സിലാക്കാൻ പറ്റും, ക്യാരക്ടർ മനസ്സിലാക്കാൻ പറ്റും. യേശു പല സ്ഥലങ്ങളിലും രോഗികളെ കണ്ട്, വിശന്നിരിക്കുന്നവരെ കണ്ടൊക്കെ മനസ്സലിഞ്ഞിട്ടുണ്ട്. ഇടയനില്ലാതിരിക്കുന്ന ആടുകളെ കണ്ടപ്പോഴൊക്കെ യേശുവിന് മനസ്സലിഞ്ഞിട്ടുണ്ട്. മനസ്സലിഞ്ഞ സമയത്തെല്ലാം കർത്താവ് അത്ഭുതം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ മനസ്സലിവ് ഉള്ളവനാണ് ദൈവമെന്ന് യേശു തെളിയിച്ചു. അതുപോലെ തന്നെ യേശു ഇവിടെ പ്രാർത്ഥനാ ജീവിതമുള്ള ആളായിരുന്നു. പിതാവിൻ്റെ ഹിതം അറിയാതെ അതനുസരിക്കാതെ ഒരു കാര്യം ചെയ്യത്തില്ലായിരുന്നു. യേശു വിശ്വസ്തനായിരുന്നു. മോശ ഒരു ഭവനത്തിലൊക്കെ വിശ്വസ്തനായിരുന്നതിനേക്കാൾ വിശ്വസ്തനായിരുന്നു. യേശു തന്നെ നിയമിച്ചാക്കിയവനോട് വിശ്വസ്തനായിരുന്നു. മോശയും ദൈവിക ഭവനത്തോടൊക്കെ വിശ്വസ്തനായിരുന്നു. എന്നാൽ അതിനേക്കാൾ ഉപരി യേശു തന്നെ ഈ ഭൂമിയിലേക്ക് നിയമിച്ചാക്കിയവനോടുള്ള ബന്ധത്തിൽ വിശ്വസ്തനായിരുന്നു. അതുപോലെ തന്നെ നമ്മളോടും കർത്താവ് വിശ്വസ്തനാണ്. കർത്താവ് ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായിരുന്നില്ലേ? കർത്താവ് തന്നെ താഴ്ത്തിയില്ലേ? തന്നെ ഉപദ്രവിച്ചവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ചില്ല. ഇതെല്ലാം കർത്താവിൻ്റെ സ്വഭാവമാണെങ്കിലും നമ്മളെ ദൈവത്തിൻ്റെ ആ ക്യാരക്ടറിലെല്ലാം ഫോളോ ചെയ്യുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിലെ സ്വഭാവമായി മാറുവാനായിട്ട് യത്നിക്കുമ്പോൾ നമ്മൾ ഓർത്തോണം, നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. മനുഷ്യനെ നമ്മളങ്ങനെ വിശ്വസിക്കാത്ത കാര്യം അവൻ വാക്ക് പറഞ്ഞാൽ മാറി പോകുന്നവനാണ് എന്നുള്ളത് കൊണ്ടാണ്. 118 സങ്കീർത്തനത്തിലെ പ്രസിദ്ധമായൊരു വാക്യം നമുക്കെല്ലാവർക്കും വളരെ പരിചയമാണല്ലോ. അതിൻ്റെ 8, 9 വാക്യങ്ങൾ: മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. അപ്പോൾ ആശ്രയം എന്ന പദം ഞാൻ പറഞ്ഞല്ലോ, വിശ്വാസം എന്നാണ് അതിന് കൂടുതലും ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. പഴയ നിയമത്തിൽ ആശ്രയം തന്നെയാണ്.
മൂലപദത്തിൽ വാക്കൊന്ന് തന്നെയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഒന്ന് വായിച്ചാൽ കൂടുതൽ അർത്ഥം മനസ്സിലാകും. മനുഷ്യനിൽ വിശ്വസിക്കുന്നതിനേക്കാൾ യഹോവയിൽ വിശ്വസിക്കുന്നത് നല്ലത്. പ്രഭുക്കന്മാരിൽ വിശ്വസിക്കുന്നതിനേക്കാൾ യഹോവയിൽ വിശ്വസിക്കുന്നത് നല്ലത്, അല്ലെങ്കിൽ ആശ്രയിക്കുന്നത് നല്ലത്. പ്രഭുക്കന്മാർ, ഞാൻ ഇങ്ങനെ അങ്ങ് പറയട്ടെ, ഇന്നത്തെ സാഹചര്യത്തിൽ നല്ല സാമ്പത്തികമുള്ളവർ, നല്ല സ്വാധീന ശക്തിയുള്ളവർ, അവരെയൊക്കെ വിശ്വസിക്കുന്നതിനേക്കാൾ ആശ്രയിക്കുന്നതിനേക്കാൾ നല്ലതാണ് യഹോവയെ വിശ്വസിക്കുക അല്ലെങ്കിൽ ആശ്രയിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ മനുഷ്യരെ നമുക്ക് വിശ്വസിച്ച് ഒരു കാര്യം ചെയ്യാനോ എടുക്കാനോ പറ്റത്തില്ല. തക്ക സമയമാകുമ്പോൾ മനുഷ്യൻ വാക്ക് മാറിയെന്ന് വരും. പക്ഷെ ദൈവം അങ്ങനെ ചെയ്യത്തില്ല. സംഖ്യാപുസ്തകം 23-ാം അധ്യായത്തിലെ 12-ാം വാക്യത്തിൽ ഇങ്ങനെ ഉണ്ടല്ലോ, വ്യാജം പറവാൻ ദൈവം മനുഷ്യനല്ല. അപ്പം മനുഷ്യൻ എന്ത് പറയുമെന്നാൽ വ്യാജം പറയും. അതുപോലെ തന്നെ അനുദപിപ്പാൻ അവൻ മനുഷ്യപുത്രനുമല്ല. താൻ കൽപ്പിച്ചത് ചെയ്യാതിരിക്കുമോ, താൻ അരുളി ചെയ്തത് നിവർത്തിക്കാതിരിക്കുമോ. അപ്പോൾ മനുഷ്യൻ എന്ത് ചെയ്യും? ഞാൻ ഇന്നത് ചെയ്യാമെന്ന് പറഞ്ഞാൽ അത് വ്യാജം പറയുന്നതായിരിക്കും, അവൻ ഒരിക്കലും ചെയ്യത്തില്ല. അല്ലെങ്കിൽ അയ്യോ അന്ന് പറഞ്ഞു പോയല്ലോ, ക്ഷമിക്കണമേ, എനിക്കത് ചെയ്യാൻ പറ്റുന്നില്ലെന്ന് അനുദപിക്കത്തുമില്ല. അപ്പോൾ ദൈവം മനുഷ്യനെ പോലെ വ്യാജം പറയുന്ന ആളോ, അതുപോലെ തന്നെ ഒരു കാര്യം ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അരുളപ്പാട് കൊടുത്തിട്ട് അതിനെക്കുറിച്ച് ഖേദിക്കുന്ന ആളോ, അയ്യോ ഇങ്ങനെ പറഞ്ഞു പോയല്ലോ, എന്നെക്കൊണ്ട് സാധ്യമല്ലല്ലോ എന്ന് ചിന്തിക്കുന്ന ആളെ അല്ല ദൈവം. മറിച്ച് എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? താൻ കൽപ്പിച്ചത് ചെയ്യാതിരിക്കുമോ, താൻ അരുളി ചെയ്തത് നിവർത്തിക്കാതിരിക്കുമോ. കണ്ടോ, കൽപ്പിച്ചത് ചെയ്യുന്ന ദൈവമാണ്, അരുളി ചെയ്തത് നിവർത്തിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് ബിലെയാം ആ ജാതീയ പ്രവാചകൻ പറയുകയാണ്, എനിക്കിവരെ ശപിക്കാനോ ആഭിചാരത്തിലൂടെ നശിപ്പിക്കാനോ സാധ്യമല്ല. കാരണം അനുഗ്രഹിക്കാൻ എനിക്ക് കൽപ്പന ലഭിച്ചിരിക്കുന്നു, അവൻ അനുഗ്രഹിച്ചിരിക്കുന്നു, എനിക്കത് മറിച്ചുകൂടാ. അവൻ ആരാണ്? ദൈവം അനുഗ്രഹിച്ചിരിക്കുന്ന ഈ ജനത്തെ. എനിക്കതിനെ മറിക്കാൻ പറ്റത്തില്ല. എന്നോട് പറഞ്ഞത് അവരെ അനുഗ്രഹിച്ച് കാര്യങ്ങൾ പറയാനാണ്. ഒരു ജാതീയ പ്രവാചകനെ കൊണ്ട് പോലും ദൈവജനത്തിന് അനുകൂലമായി പറയിച്ചവനാണ് നമ്മുടെ ദൈവം. അപ്പം ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞത് നമ്മുടെ ദൈവം വിശ്വസ്തനാണെന്നുള്ളതാണ്. ആ വിശ്വസ്തയുടെ ബന്ധത്തിലാണ് നമ്മൾ ദൈവത്തിൻ്റെ അരുളപ്പാടിൽ ആശ്രയിക്കുന്നത്, ദൈവത്തിൽ ആശ്രയിക്കുന്നത്. രണ്ടാമത് ദൈവത്തിൻ്റെ പ്രാപ്തിയാണ്, ദൈവത്തിൻ്റെ എബിലിറ്റിയാണ്. അതിനോടൊരു വാക്യം വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. റോമാലേഖനം 4-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 19-ാമത്തെ വാക്യം. അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകിയാൽ തൻ്റെ ശരീരം നിർജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിൻ്റെ നിർജീവത്വവും ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിങ്കൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. അവൻ വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിപ്പാനും ശക്തനെന്ന് പൂർണ്ണമായി ഉറച്ചു. നേരത്തെ സാറയുടെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ വായിച്ചു, അവിടുന്ന് വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനാണെന്ന് എണ്ണി. ഇവിടെ അബ്രഹാമിൻ്റെ വിശ്വാസം, അവിടുന്ന് വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിപ്പാനും ശക്തനാണ്, പൂർണ്ണമായി ഉറച്ചു. അല്പം പോലും മനസ്സ് സംശയമില്ല. ഇസ്മേൽ ജീവിച്ചിരുന്നാൽ മതിയെന്ന് ദൈവത്തോട് താണു വീണ് കമന്ന് കിടന്ന് പറഞ്ഞ വ്യക്തിയാണ്. പക്ഷേ ദൈവം സമ്മതിക്കാതെ വന്നു. നിൻ്റെ ഭാര്യ സാറായി തന്നെ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, അവനെ ഇസഹാക്ക് എന്ന് പേരിടണമെന്ന് ദൈവം അരുളി ചെയ്തു. ഉൽപ്പത്തി 17 അതുണ്ട്. അപ്പോൾ അബ്രഹാം വിശ്വസിച്ചു. പക്ഷെ വിശ്വസിക്കുമ്പോൾ, ആശ്രയിക്കുമ്പോൾ രണ്ടുപേരുടെ അവസ്ഥ എന്താണ്? ഒരു കുഞ്ഞ് ജനിക്കാനുള്ള ശാരീരിക അവസ്ഥയിലല്ല അവർ. അവിടെ നമ്മൾ വായിച്ചു, ശരീരം അബ്രഹാമിന് നിർജീവമായി, സാറയുടെ ഗർഭപാത്രവും നിർജീവമായി. അപ്പോൾ രണ്ടുപേരും കൂടെ ചേർന്നാൽ ഒന്നും നടക്കത്തില്ല. രണ്ടുപേരും നിർജീവമായി നിൽക്കുകയാണ്. പക്ഷേ ദൈവത്തിൽ വിശ്വസിച്ചു. മരിച്ചവരെ ജീവിപ്പിക്കുന്നവനാണ് ദൈവം, ഇല്ലാത്തതിനെ ഉള്ളവയെ പോലെ വിളിച്ചു വരുത്തുന്നവനാണ് ദൈവം. ഇപ്പം ഞങ്ങളുടെ പുത്രൻ ജനിക്കാൻ ഉള്ള കാര്യങ്ങൾ ഞങ്ങളിൽ മരിച്ചുപോയി, ഞങ്ങളിൽ നിർജീവമായിപ്പോയി. പക്ഷെ അതിനെ ജീവിപ്പിക്കാൻ കഴിയുന്നവനാണ് ദൈവം. എന്തുകൊണ്ട്? ദൈവം വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിപ്പാൻ ശക്തനാണ്. അതിനെ മനസ്സിൽ അല്പം പോലും സംശയമില്ലാതെ അബ്രഹാം വിശ്വസിച്ചു. വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിപ്പാനുള്ള ശക്തി അല്ലെങ്കിൽ എബിലിറ്റി
പ്രാപ്തി ദൈവത്തിനുണ്ടെന്ന്. പ്രിയ ദൈവമക്കളെ, ദൈവം ഒരു അരുളപ്പാട് നൽകിയെങ്കിൽ അതിനുള്ള പ്രാപ്തി അല്ലെങ്കിൽ എബിലിറ്റി, അതിനുള്ള ശക്തി ദൈവത്തിനുണ്ട് എന്ന് ഞാനും നിങ്ങളും മറന്നു പോകാനിടയാടുത്തീരരുത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ക്യാരക്ടറിലും ദൈവത്തിൻ്റെ സ്വഭാവത്തിലും ആശ്രയിച്ചുകൊണ്ട് മുന്നേറുമ്പോൾ നമ്മുടെ പ്രാർത്ഥനാ സമയങ്ങളിൽ നമുക്ക് ദൈവത്തെ കൂടുതൽ വിശ്വസിപ്പാനും ആശ്രയിപ്പാനും ഇടയായിട്ട് തീരും. അങ്ങനെ ദൈവം ആ വചനം നിറവേറ്റുവാനും ഇടയാടുത്തീരും. ഒരു കാര്യം കൂടെ അബ്രഹാമിനെ പറ്റി പറഞ്ഞിട്ട് ഞാൻ ഈ ചെറിയ സന്ദേശം പൂർത്തീകരിക്കാൻ ആഗ്രഹിക്കുകയാണ്. എബ്രായലേഖനം 11-ാം അധ്യായത്തിൽ അബ്രഹാമിൻ്റെ കാര്യം ഇങ്ങനെ പറയുമ്പോൾ, ഇസ്ഹാക്കിനെ യാഗം കഴിക്കുന്ന കാര്യം അതിൻ്റെ 17-ാം വാക്യം തൊട്ട് പറയുമ്പോൾ താഴോട്ടൊരു വാക്യമുണ്ട്. ഇങ്ങനെയാണ്: മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിപ്പാൻ ദൈവം ശക്തനെന്ന് എണ്ണുകയും അവരുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റവനെ പോലെ അവനെ തിരികെ പ്രാപിക്കുകയും ചെയ്തു. ഇസ്ഹാക്കിനെ നിൻ്റെ ഏകജാതനായ പുത്രനെ യാഗം കൊടുക്കണമെന്ന് ദൈവം പറഞ്ഞു. അബ്രഹാം അത് ചെയ്തു. നമുക്കറിയാം ചെയ്തെന്ന്. അപ്പം ഇസ്ഹാക്കിനെ യാഗം കൊടുത്താൽ, കത്തി കൊണ്ട് മുറിച്ച് മാറ്റിയാൽ, ജീവൻ പോയാൽ അവനിന്ന് സന്തതി പിന്നെ ജനിക്കത്തില്ല. അവനൊരു കുടുംബജീവിതം പോലും ഉണ്ടാകത്തില്ല. പിന്നല്ലേ സന്തതി ജനിക്കുന്നത്. പക്ഷെ ദൈവം കൊടുത്ത അരുളപ്പാട് എന്ന 17-ാം വാക്യത്തിൽ, വിശ്വാസാൽ അബ്രഹാം താൻ പരീക്ഷിക്കപ്പെട്ടപ്പോൾ ഇസ്ഹാക്കിനെ യാഗം അർപ്പിച്ചു. ഇസ്ഹാക്കിൽ നിന്ന് ജനിക്കുന്നവർ നിൻ്റെ സന്തതി എന്ന് വിളിക്കപ്പെടുമെന്ന് അരുളപ്പാട് ലഭിച്ചു. വാഗ്ദത്തങ്ങളെ കൈക്കൊണ്ടവൻ തൻ്റെ ഏകജാതനെ അർപ്പിച്ചു. അപ്പം ഇസ്ഹാക്കിനെ അർപ്പിക്കാനുള്ള കാരണം എന്നാ? ഒരു അരുളപ്പാടുണ്ട്, ഒരു വാഗ്ദത്തമുണ്ട്. അതെന്താണ്? ഇസ്ഹാക്കിൽ നിന്ന് ജനിക്കുന്നവർ നിൻ്റെ സന്തതി എന്ന് വിളിക്കപ്പെടും. ഇപ്പോൾ താൻ ഇസ്ഹാക്കിനെ യാഗം കഴിക്കാൻ പോവുകയാണ്. ഇസ്ഹാക്ക് മരിച്ചു വീഴും. അതോടുകൂടി ഒരു കുടുംബജീവിതം എന്നുള്ള കാര്യം ഇതുവരെ നടന്നിട്ടില്ല, ഇനിയും നടക്കാനുള്ള സാധ്യതയില്ല. ഇതിൻ്റെയൊക്കെ മുന്നിൽ നിൽക്കുമ്പോൾ അബ്രഹാം വിശ്വസിക്കുകയാണ്, അങ്ങനെ യാഗത്തിലൂടെ മരണം നടന്നാലും മരിച്ചവരുടെ ഇടയിൽ നിന്ന് അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ ദൈവം ശക്തനെന്ന് എണ്ണി. നേരത്തെ സാറ എണ്ണിയതുപോലെ തന്നെ, ഒരു സംശയമില്ലാതെ വിശ്വസിച്ച പോലെ തന്നെ അബ്രഹാം എണ്ണി, ഉറപ്പാണ് ഞാൻ യാഗം കഴിക്കുവാൻ മരിക്കും, പക്ഷേ ആ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എൻ്റെ പൈതലിനെ ഉയർപ്പിച്ച് തരാനുള്ള പ്രാപ്തി, ശക്തി, എബിലിറ്റി എൻ്റെ ദൈവത്തിനുണ്ട്. അതുകൊണ്ട് അർപ്പിച്ചു. കാര്യം ദൈവം കൊടുത്ത അരുളപ്പാട് എന്താണ്? ആ അരുളപ്പാട് ഇസ്ഹാക്കിൽ നിന്ന് ജനിക്കുന്നവർ നിൻ്റെ സന്തതി എന്ന് വിളിക്കപ്പെടും. അങ്ങനെയെങ്കിൽ ഇവനെ മരിച്ചവരുടെ നിന്ന് എഴുന്നേൽപ്പിച്ച് തന്ന് അവനൊരു ഭാവി കുടുംബജീവിതമൊക്കെ ആക്കി തന്ന് തലമുറകളെ കൂടെ കൊടുത്തെങ്കിലേ എൻ്റെ സന്തതി എന്ന് വിളിക്കപ്പെടത്തുള്ളൂ. അത് ആ വാഗ്ദത്തം നിറവേറത്തുള്ളൂ. അത് ദൈവം നിറവേറ്റുമെന്നറിയാം. അതിനുള്ള ശക്തി ഉണ്ടെന്നറിയാം. അതുകൊണ്ട് അബ്രഹാം തൻ്റെ പുത്രനെ സമർപ്പിക്കുവാനായിട്ടിടയാട് തീർന്നു. ഈ പൽക്കാലം ഈ തിരുവചനത്തെ കേൾക്കുന്ന ദൈവത്തിലെ നിങ്ങളും ഏതെങ്കിലും കാര്യത്തിൽ ഒരു അവിശ്വാസം മനസ്സിൽ വന്നു പോയെങ്കിൽ, ദൈവത്തെ അവിശ്വസിച്ച് പോയെങ്കിൽ, ദൈവത്തിൻ്റെ അരുളപ്പാടിനെ അവിശ്വസിച്ച് പോയെങ്കിൽ, ക്ഷമ പറഞ്ഞുകൊണ്ട്, കർത്താവേ, അങ്ങയുടെ സ്വഭാവം വിശ്വസ്തത എന്നുള്ളതാണ്, അങ്ങത് വാഗ്ദത്തം ചെയ്ത കാര്യങ്ങളിൽ വിശ്വസ്തനാണ്, അങ്ങയ്ക്കത് ത്യജിക്കാൻ പറ്റത്തില്ല, എന്നോട് മനസ്സലിയുന്ന ദൈവമാണ്, എൻ്റെ കുഞ്ഞുങ്ങളോട് മനസ്സലിയുന്ന ദൈവമാണ്, ആ സ്വഭാവം അങ്ങ് മാറ്റുന്നവനല്ല, മനസ്സലിവ് നിന്നുകൊണ്ട് അങ്ങ് അത്ഭുതം ചെയ്യും. അതുപോലെ തന്നെ അങ്ങയ്ക്ക് പ്രാപ്തിയുണ്ട് പറഞ്ഞത് ചെയ്യാൻ, വാഗ്ദത്തം ചെയ്തത് ചെയ്യാൻ, വാക്ക് പറഞ്ഞത് ചെയ്യാനുള്ള പ്രാപ്തി, അതിനുള്ള കഴിവ്, അതിനുള്ള ശക്തി അങ്ങേക്കുണ്ട്. കാരണം അങ്ങ് സർവശക്തനാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട്, ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് ഈ മല മാറും, കാട്ടത്തി മാറും, ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടും. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ക്ഷമയോടെ കേട്ടതിന് നന്ദി പറയുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.